അത് വെച്ചുകൊണ്ടാവനെ ആ പെണ്ണുങ്ങളെ കൂടെ മൗലവി പോയിരിക്കുന്നു. ഇത് അവരെ സൂക്ഷ്മത കണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുമ്പോ സക്കരിയ സലാഹി മുഖം മറക്കുകയാണ്. അത് വെച്ചോട്ടാ ഇത് അഗർവാൾ എന്ന് പറയുന്ന വിളിക്കുന്നത്. ഇദ്ദേഹം ഈ അടുത്തയിടയ്ക്ക് സുന്നി സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായല്ലോ. അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന തരത്തില് പറയാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? ഹലോ, സ്ത്രീ പുരുഷ സമത്വമുണ്ട് എന്ന് ചിലർ പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞോ? ശരിയല്ല. അതെ, സ്ത്രീ പുരുഷ സമത്വമില്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. സ്ത്രീ പുരുഷ സമത്വം ആവശ്യമില്ല എന്നാണോ പറയുന്നത്? ആവശ്യമില്ലെന്ന് അല്ല, അങ്ങനെ ഇല്ല, ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല. ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളിവിടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നവര് മതങ്ങളുടെ നേതാക്കന്മാര് വേറെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹു അല്ലെങ്കിൽ ഖുറാനിലോ എവിടെയും സ്ത്രീയെ രണ്ടാം തരക്കാരിയായിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമത്വം ഉണ്ടെന്നല്ലേ അതിനർത്ഥം? രണ്ടാം തരം ഒന്നാം തരം എന്ന വകതിരിവല്ല. പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടതെന്നും സ്ത്രീകൾക്ക് ഭക്ഷണം നൽകേണ്ടതെന്നും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രാധാന്യം പുരുഷന്മാർക്കാണ് ആ വിഷയത്തിലുള്ളതെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായും മൊത്തത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് മുൻപന്തിയിലുള്ളതെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ ഖുർആൻ മനസ്സിലാക്കാത്തവരാണ്. നമ്മൾ അദ്ദേഹം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോ അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നൊരു വാക്ക് തന്നെ അവിടെ അർത്ഥമില്ലാതെ ആവുകയാണെന്നാണ് പറയുന്നത് അല്ലെ? പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കേണ്ടവനാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കണം, പുരുഷൻ സ്ത്രീയെ വളർത്തണം, പുരുഷൻ സ്ത്രീക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, താമസ സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. പണ്ട് പുരുഷന്മാരെ സംരക്ഷിക്കണം എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല. പള്ളി പ്രവേശത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായമാണ് ഇവിടെ പ്രധാനമായി വിഷയീഭവിക്കാനുള്ള കാരണം? സ്ത്രീ പുരുഷ സമത്വം ഇല്ലെന്നുള്ളത് കഴിഞ്ഞു, അത് മറ്റൊരു വാദമാണ്. അതെ, പള്ളിപ്രവേശമാണ് പ്രധാന വിഷയമായിട്ട് വന്നിട്ടുള്ളത്. ആ പള്ളിപ്രവേശത്തെക്കുറിച്ച് ഈ ജനുവരി 17 മാധ്യമത്തില് 1999 ജൂലൈയിൽ നടന്ന സുന്നി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് താങ്കൾ അതിലൊരു പ്രമേയത്തിൽ അതിന്റെ പ്രമേയം പാസാക്കിയതിന്റെ കൂട്ടത്തില് ഈ പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ ഈ സമ്മേളനം നാമമാത്ര മുസ്ലിങ്ങളുടെ ആ ശറഈ തീരുമാനത്തെ ഈ സമ്മേളനം തള്ളിക്കളയുന്നു എന്നൊരു കുറിപ്പ് ഒരു പ്രതികരണത്തിൽ കണ്ടു. അത് ശരിയാണോ? നിങ്ങൾ വായിച്ചതോ പത്രക്കാർ എഴുതിയതോ തെറ്റിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രം മുസ്ലിംകൾ പറഞ്ഞുവെന്ന് ഞങ്ങളുടെ പേരിൽ ആരോപിക്കുകയാണ്. മറിച്ച് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ പത്രത്തിൽ മറിച്ചൊരു പ്രതികരണം പറയട്ടെ എന്താണെന്ന്. ഞങ്ങൾ പറയുന്നത് പള്ളിയിൽ പ്രവേശിക്കൽ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നല്ല. പരിശുദ്ധ മസ്ജിദുൽ ഹറാം അത് പള്ളിയാണ്. അവിടെ തവാഫിന് വേണ്ടി സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി പ്രവേശിക്കുന്നുണ്ട്. അതുപോലെ മദീനയിലെ പള്ളിയിൽ പ്രവാചകരെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നുണ്ട്. അതെല്ലാം അനുവദനീയമാണ്, മറ്റു പല കാര്യങ്ങൾക്കും അനുവദനീയമാണ്. അതേസമയം പരപുരുഷന്മാരൊന്നിച്ച് നടത്തപ്പെടുന്ന ജമാഅത്തുകളിലും അതുപോലെ ജുമാ നിസ്കാരങ്ങളിലും സ്ത്രീകൾ പോകേണ്ടതില്ലെന്നും അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള ഇസ്ലാമിന്റെ നിയമമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെതിരായി എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സമത്വമുണ്ട് എന്ന വാദം തെറ്റാകുന്നു. സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ പോകണം? സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല, ആകർഷകമായ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫി തന്റെ ഗ്രന്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹറാമാണ്, നിഷിദ്ധമാണ് നിങ്ങൾ വാദിക്കുന്നത് പോലെയെങ്കിൽ നിഷിദ്ധമായ കാര്യത്തിന് നിബന്ധന വെക്കുമോ ഇമാം ഷാഫി എന്നതാണ് ഞാൻ ചോദിച്ചിരുന്നത്. പള്ളിയിൽ പോകാൻ, ഹജ്ജ് ചെയ്യാൻ പള്ളിയിൽ പോകണം, അത്
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീന പള്ളിയിൽ പോകണം. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രമുള്ള സമയത്ത് പള്ളിയിലാണ് ജഡ്ജി ഉള്ളതെങ്കിൽ ആ ജഡ്ജിയുടെ അടുക്കൽ കേസ് കൊടുക്കാൻ പോകണം. ഇങ്ങനെയെല്ലാം പള്ളിയിൽ പോകേണ്ടുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് എന്ന് ഇമാം ശാഫിഈ വ്യക്തമാക്കുകയും സന്ദർഭങ്ങളിൽ മര്യാദകൾ പ്രേരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പരപുരുഷന്മാരോടൊന്നിച്ച് എല്ലാ സമയവും ജുമുഅക്ക് പോകണം എന്നും ആ ജുമുഅക്ക് പോകേണ്ട മര്യാദകൾ ഇന്നതാണെന്നും ഇമാം ശാഫിഈ പറഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ സുന്നി ഫാക്ഷനിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട്. പൊതുവെ പറഞ്ഞു കേട്ടൊരു പരാതി, അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ടും തീർച്ചയായും ആരും തന്നെ പങ്കെടുക്കില്ല എന്നാണ്. പക്ഷെ അത് വളരെ ഖേദകരമായി പോയി എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്കിവിടെ പറയാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഖേദിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. മതത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. ഇതുവരെ ചരിത്രത്തിന്റെ താളുകൾ നോക്കിയാൽ ഇതുപോലുള്ള ചർച്ചകൾ പുരുഷന്മാരെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുകയോ പരപുരുഷന്മാർ ഒരേ സദസ്സിൽ കലർന്നു ഇരുന്നുകൊണ്ട് നടത്തുകയോ ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിലില്ല. അത് ഇസ്ലാമിക ചരിത്രത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പരപുരുഷന്മാരും ഒന്നായി ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത്. അവരാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വന്നിരിക്കുന്ന ഇസ്ലാമുകളായിട്ടുള്ളവരെല്ലാം ഇസ്ലാം വിരുദ്ധമായി ജീവിക്കുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോഴാ ഹനീഫ മൗലവിന്റെ മുഖം കണ്ട് താണുപോയത്. ഉസ്താദിന്റെ മറുപടി കിട്ടിയപ്പോ ഈ പെണ്ണുങ്ങളെ കൂടെ പോയി ഇരുന്നിട്ട് മൗലവിമാര് അവിടുന്ന് ചോദിക്കുകയാണ്, കാന്തപുര ഉസ്താദിനെ പെണ്ണുങ്ങളെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. എന്നിട്ടാ മൗലവി പറയുന്നത് ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്ന പെണ്ണുങ്ങളെ മുഖത്ത് നമ്മളൊരു തുണിയങ്ക് വെച്ചിരിക്കാനോ എന്തിന്?